My dear students, today we can study how to write a practical record. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ഒരു പ്രവർത്തന കുറിപ്പ് അഥവാ പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. We have already studied that oxygen is evolved during photosynthesis and it is released into the atmosphere. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു എന്നും അവ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. Recording the findings is as important as conducting practicals in science. ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം രേഖപ്പെടുത്തലുകളും പ്രധാനമാണ്. Today we can study how to write a practical record in your science diary. ഇന്ന് നമുക്ക് പ്രവർത്തന കുറിപ്പ് തയ്യാറാക്കുന്ന വിധം മനസ്സിലാക്കാം. There are 5 steps we have to follow while writing a practical record. There are 5 steps to prepare a practical record. പ്രവർത്തന കുറിപ്പ് തയ്യാറാക്കുന്നതിന് 5 ഘട്ടങ്ങൾ ഉണ്ട്. They are aim, materials required, procedure, observation and inference. പ്രവർത്തന കുറിപ്പിൻ്റെ 5 ഘട്ടങ്ങളാണ് ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണം, നിഗമനം. In aim, we have to write why are we experimenting this? Why are we doing this experiment? That we have to write in the step aim. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ലക്ഷ്യം എന്ന ഘട്ടത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്തിനാണ് നാം ഈ പരീക്ഷണം ചെയ്യുന്നത്. The second step is materials required. In this step we have to write the materials we need to do this experiment. പ്രവർത്തനക്കുറിപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ആവശ്യമായ സാമഗ്രികൾ എന്ന ഘട്ടത്തിൽ നാം എഴുതേണ്ടത് ഈ പരീക്ഷണം ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാമഗ്രികൾ ഏതെല്ലാമാണെന്നാണ്. The third step of practical recording is procedure. In this step we have to write the steps we have to follow to do this experiment. പ്രവർത്തനക്കുറിപ്പിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ പ്രവർത്തനക്രമം എന്നതിൽ നാം എഴുതേണ്ടത് നാം ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. The fourth step of practical recording is observation. Here we have to write what we observe after doing this experiment. പ്രവർത്തന കുറിപ്പിൻ്റെ നാലാമത്തെ ഘട്ടമായ നിരീക്ഷണം എന്ന ഘട്ടത്തിൽ നമ്മൾ എഴുതേണ്ടത്
നാം എന്താണ് നിരീക്ഷിച്ചത്? നാം നിരീക്ഷിച്ചത് എന്താണോ അതാണ് നിരീക്ഷണം എന്ന ഘട്ടത്തിൽ എഴുതേണ്ടത്. The last step of practical recording is inference. Here we have to write what we understood, what we identified from this experiment. പ്രവർത്തന കുറിപ്പിൻ്റെ അവസാന ഘട്ടമായ നിഗമനം എന്ന ഘട്ടത്തിൽ നാം എഴുതേണ്ടത് ഈ പരീക്ഷണത്തിലൂടെ നാം എന്താണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ നാം എന്താണ് മനസ്സിലാക്കിയത് എന്നാണ്. In your textbook, page number 18, the third question, arrange an experimental setup as shown in the figure. Observe the difference in the evolution of gas when sunlight falls directly and indirectly, and write your inferences in the science diary. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 18 കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പരീക്ഷണ സംവിധാനം ക്രമീകരിക്കൂ. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വാതകം പുറത്തു വരുന്നതിലെ വ്യത്യാസം നിരീക്ഷിച്ച് നിഗമനങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതൂ. Now we can write the practical record of the experiment, the evolution of oxygen during photosynthesis. ഇനി നമുക്ക് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു എന്ന പരീക്ഷണത്തിൻ്റെ പ്രവർത്തന കുറിപ്പ് തയ്യാറാക്കാം. The first step of practical recording is aim. Aim to determine the evolution of oxygen during photosynthesis and the difference in the evolution of gas when sunlight falls directly and indirectly. പ്രവർത്തന കുറിപ്പിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ലക്ഷ്യം. ലക്ഷ്യം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു എന്ന് കണ്ടെത്തുക. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വാതകം പുറത്തു വരുന്നതിലെ വ്യത്യാസം കണ്ടെത്തുക. ഇതാണ് ലക്ഷ്യം എന്നതിൽ എഴുതേണ്ടത്. The second step of practical recording is materials required. The materials required: beaker, funnel, test tube, hydrilla plant, water and matchstick. പ്രവർത്തന കുറിപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ആവശ്യമായ സാമഗ്രികൾ ഏതെല്ലാമാണെന്ന് എഴുതുന്നത്. ആവശ്യമായ സാമഗ്രികൾ ബീക്കർ, ഫണൽ, ടെസ്റ്റ് ട്യൂബ്, ഹൈഡ്രില്ല എന്ന ജലസസ്യം, ജലം, തീപ്പെട്ടി. The third step of practical recording is procedure. കുറിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് പ്രവർത്തന ക്രമം. The beaker is filled with 3/4 of water. ബീക്കറിൽ
മുക്കാൽ ഭാഗത്തോളം ജലം നിറയ്ക്കുക. ഹൈഡ്രില്ല പ്ലാന്റ്സ് ആർ കെപ്റ്റ് ഇൻസൈഡ് ദി ടെയിൽ ഓഫ് ആൻ ഇൻവേർട്ടഡ് ഫണൽ. The inverted funnel is kept inside the beaker. ഫണൽ തലകീഴായി പിടിച്ച് ഫണലിൻ്റെ വാൽഭാഗത്തിനുള്ളിൽ ഹൈഡ്രില്ല എന്ന ജലസസ്യങ്ങൾ വെച്ച് ബീക്കറിനുള്ളിൽ വയ്ക്കുക. The hydrilla plants are kept inside the tail of an inverted funnel as shown in the picture. ചിത്രത്തിലേതുപോലെ ഹൈഡ്രില്ല എന്ന ജലസസ്യം തലകീഴായി പിടിച്ചിരിക്കുന്ന ഫണലിൻ്റെ വാൽഭാഗത്തിനുള്ളിൽ വയ്ക്കുക. The tail of the funnel remain under water. ഫണലിൻ്റെ വാൽഭാഗം വെള്ളത്തിനടിയിൽ ആയിരിക്കണം. Over the tail of the funnel, a test tube filled with water is inverted without an air bubble. ഫണലിൻ്റെ വാൽഭാഗത്തിനു മുകളിലായി ഒരു ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറച്ച് വായു കുമിളകൾ കടക്കാത്ത വിധം ടെസ്റ്റ് ട്യൂബ് കമഴ്ത്തി വയ്ക്കുക. ആസ് ഷോൺ ഇൻ ദി പിക്ചർ, ദ ടെസ്റ്റ് ട്യൂബ് ഷുഡ് ബി കെപ്റ്റ് ഓവർ ദി ടെയിൽ ഓഫ് ദി ഫണൽ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടെസ്റ്റ് ട്യൂബ് ഫണലിൻ്റെ വാൽഭാഗത്തിന് മുകളിലായി ക്രമീകരിക്കണം. Keep the experimental setup for some hours in the place where sunlight falls directly and indirectly and observe. ഈ പരീക്ഷണ സംവിധാനം സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത സ്ഥലത്തും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലത്തും വെച്ച് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. When we take the test tube from the beaker, we should be careful that water should be removed, but we should not remove the air collected at the top of the test tube. ടെസ്റ്റ് ട്യൂബ് ബീക്കറിലെ ജലത്തിൽ നിന്നും എടുക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ജലം പുറത്തു പോകണം. അതേസമയം ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് ശേഖരിക്കപ്പെട്ടിട്ടുള്ള വായു പുറത്ത് കളയാതെ ശേഖരിക്കണം. Take the test tube from water carefully by closing the mouth of the test tube with our thumb. വെള്ളത്തിൽ തലകീഴായി വച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് ശ്രദ്ധാപൂർവം പുറത്തെടുക്കണം. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗം തള്ളവിരൽ കൊണ്ട് മൂടണം. Show a lighted matchstick at the mouth of the test tube after removing the thumb. തള്ളവിരൽ മാറ്റിയ ശേഷം കത്തിച്ച ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിക്കുക. The fourth step of practical recording is observation. പ്രവർത്തനക്കുറിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ നാലാമത്തെ ഘട്ടമാണ് നിരീക്ഷണം.
When we keep the experimental setup in indirect sunlight, the bubbles formed is less. The gas formed is less. But when we keep the experimental setup in direct sunlight, the gas formed is more and it is collected at the top of the test tube, displacing the water. പരീക്ഷണ സംവിധാനം സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത സ്ഥലത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വായു കുമിളകൾ കുറവാണ്. എന്നാൽ ഈ പരീക്ഷണ സംവിധാനം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലത്ത് വയ്ക്കുമ്പോൾ വായു കുമിളകൾ വർദ്ധിക്കുന്നു. അവ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഉള്ള വെള്ളത്തെ നീക്കി ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് ശേഖരിക്കപ്പെടുന്നു. When a lighted matchstick is shown at the mouth of the gas collected test tube, then the flame glow brightly. The flame of the burning matchstick increases. കത്തിച്ച ഒരു തീപ്പെട്ടിക്കൊള്ളി വായു ശേഖരിച്ച ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിക്കുമ്പോൾ ഈ ജ്വാല കൂടുതൽ നന്നായി കത്തുന്നതായി കാണാൻ സാധിക്കും. കത്തിച്ച തീപ്പെട്ടിക്കൊള്ളിയുടെ ജ്വാല വർദ്ധിക്കുന്നു. The last step of practical recording is inference. പ്രവർത്തന കുറിപ്പിൻ്റെ അവസാനത്തെ ഘട്ടമാണ് നിഗമനം. During photosynthesis, plants release oxygen. Hydrilla plants absorb dissolved carbon dioxide from water for photosynthesis, and oxygen evolved is collected at the top of the test tube. നിഗമനം: പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു. ഹൈഡ്രില്ല എന്ന ജലസസ്യം ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ ഓക്സിജൻ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് ശേഖരിക്കപ്പെടുന്നു. The collected gas is oxygen. ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കപ്പെട്ട വാതകം ഓക്സിജൻ ആണ്. When the experimental setup is kept in direct sunlight, the rate of photosynthesis is more. So more oxygen is produced. And when the experimental setup is kept in indirect sunlight, the rate of photosynthesis will be less and the production of oxygen will be less. പരീക്ഷണ സംവിധാനം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലത്ത് വയ്ക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. അതിനാൽ കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ പരീക്ഷണ സംവിധാനം സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത സ്ഥലത്ത് വയ്ക്കുമ്പോൾ പ്രകാശ സംശ്ലേഷണ തോത് കുറയുന്നു.
ഓക്സിജൻ ഉണ്ടാകുന്നതിൻ്റെ അളവും കുറയുന്നു. ഡു യു നൗ നോ ഹൗ ടു പ്രിപ്പയർ എ പ്രാക്ടിക്കൽ റെക്കോർഡ്? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുന്ന രീതി നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായോ?